എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്, കം ഇൻ. ഇരിക്കൂ. നമസ്കാരം. യെസ്. സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ഡോക്ടർ? പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പ്രഭേ. കാലുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കഴിഞ്ഞ റിപ്പോർട്ടിനേക്കാൾ കുറഞ്ഞാണ് കാണുന്നത്. ഞങ്ങളുടെ മോടെ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല ഡോക്ടർ. ദിവസങ്ങൾ ചെല്ലുന്തോറും പ്രശ്നം ഗുരുതരമായിക്കൊണ്ടിരിക്കുക. പല ടിഷ്യൂകളിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ബ്ലഡ് സർക്കുലേഷൻ തീരെയില്ല. പ്രഭ സ്റ്റേറ്റ്സിലുള്ള ഡോക്ടറെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അതെ, ഡോക്ടർ അരവിന്ദ്. മാസ് ജനറൽ പാരാലിസിസ് സെന്ററിലാണ് ഡോക്ടർ അരവിന്ദ് ഉള്ളത്. വെരി ഗുഡ്. അതിനപ്പുറം പോകാൻ മറ്റൊരിടമില്ലെന്ന് തന്നെ പറയാം. ഇതുവരെയുള്ള എല്ലാ മെഡിക്കൽ റിപ്പോർട്ടും ഞാൻ പ്രഭയ്ക്ക് സെൻഡ് ചെയ്ത് തരാം. പ്രഭ ഇന്ന് തന്നെ അത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. ശരി ഡോക്ടർ. പിന്നെ കാഞ്ചനയോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ടാ മോൾക്കിനി വേണ്ടത്. ഹൈഡോസ് മെഡിസിനാ മോക്കിപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പെരുമാറ്റവും അവളിൽ നിന്നുണ്ടാവും. എനിക്ക് മനസ്സിലായി ഡോക്ടർ. എന്റെ മകളെ സങ്കടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ മകള് കഴിയുന്നത്ര സന്തോഷവതിയായിരിക്കും. അവൾക്ക് ഷോക്കുണ്ടാകുന്ന ഒരു കാര്യവും അവളോട് പറയാതെ ശ്രദ്ധിക്കണം. അതിന്റെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അത് ശ്രദ്ധിക്കാം ഡോക്ടർ. ഞങ്ങളുടെ മകളുടെ ഇഷ്ടം എന്താണോ അത് തന്നെ ഞങ്ങളുടെ ഇഷ്ടം. ഡോക്ടർ അരവിന്ദിന്റെ അഭിപ്രായം പ്രഭ എന്നെ കൂടെ ഒന്ന് അറിയിക്കണം. ശരി ഡോക്ടർ. എന്നാ നിങ്ങൾ പൊക്കോളൂ. ഇനിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. താങ്ക് യു ഡോക്ടർ. നിന്നോട് അവനൊന്നും പറഞ്ഞില്ലേടി? ഇല്ലെങ്കിൽ നീ കേട്ടോ. മാണിക്യമംഗലം എന്റെ കയ്യിലായിപ്പോ. ഞാനാണടി ഇപ്പൊ അതിന് അവകാശി. ഇനി ആ വീടിന്റെ പടി കയറാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ആ ഒരു നിമിഷത്തിന് വേണ്ടിയാടി ഞാൻ കാത്തിരുന്നത്. ഇനി ഞാൻ എന്റെ തേരോട്ടം തുടങ്ങാൻ പോവാ. നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഈ പകയൊന്ന് അവസാനിപ്പിക്ക്. ഇപ്പോഴും നിങ്ങൾ ആരാണെന്ന് മംഗലശ്ശേരിയിൽ ആർക്കും അറിയില്ല. തറവാട് മതിരിക്കുന്ന മണ്ണും കിട്ടിയ തൃപ്തിയിൽ ഞാൻ മടങ്ങി പോണം അല്ലേടി? പോകാം. എനിക്ക് നഷ്ടപ്പെട്ടവരെ കൂടി തിരിച്ചു തരാൻ മംഗലശ്ശേരിക്കാർക്ക് കഴിയോ? ആ വീട്ടിൽ ജീവിച്ചിരുന്നവരൊക്കെ എനിക്ക് വേണം. മരിച്ചവരെ ഞാൻ എങ്ങനെ തിരിച്ചു തരാനാ? ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ കുറച്ച് സമാധാനം കൊടുക്ക്. അവകാശി വന്ന മടക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ആ തറവാട് കാത്തു സൂക്ഷിച്ചവരല്ലേ അവര്? അല്ലടി, അവർക്കതൊരു ദുരന്ത സ്മാരകമായിരുന്നു. ഞാനും മാണിക്യമംഗലത്തെ അങ്ങനെ കാണുന്നുള്ളൂ. ആത്മശാന്തി കിട്ടാതെ അലയുന്ന ആത്മാക്കൾക്ക് എനിക്ക് ഉദയക്രിയ ചെയ്യണം. അവർക്ക് ആത്മശാന്തി കിട്ടണം. അത് മംഗലശ്ശേരിയിലുള്ള ഓരോരുത്തരുടെയും കുരുതി കൊണ്ടാവും. അതുകൊണ്ടേ അവര് തൃപ്തരാകൂ. നിങ്ങൾ ഞാൻ അതിന് അനുവദിക്കില്ല. നീയോ? നീ എങ്ങനെ എന്നെ തടയോടി? ദൈവത്തിന് മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ടോ? അതിനല്ലാതെ നിനക്ക് എന്തിനു കഴിയും? ദക്ഷ തുടങ്ങിക്കഴിഞ്ഞടി. ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കല്ലേ മംഗലശ്ശേരിയിലെ ഒരു കുടുംബം. കാഞ്ചനയും ഭർത്താവും പിന്നെ പാതി മരിച്ച നിന്റെ ചേച്ചിയും. നിനക്ക് കാണാം
മംഗലശ്ശേരിയുടെ ഉമ്മറത്ത് കോടി പുതപ്പിച്ച 3 ശരീരങ്ങൾ. ഇത് നിന്റെ അഹങ്കാരത്തിനുള്ള എന്റെ സമ്മാനം കൂടിയാ. എന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ചവളാ നീ. എന്റെ തറവാട്ടിൽ കയറി എന്റെ പരദേവതകളെ തൃപ്തിപ്പെടുത്താൻ നീ തുനിഞ്ഞപ്പോ നിനക്ക് ഞാൻ അടിവരയിട്ടു. നീ വിളിച്ചു പറയടി. 3 പേരും ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിനക്കവരെ രക്ഷിക്കാൻ കഴിയൂന്ന് ഞാനൊന്ന് കാണട്ടെ. ആരോ വിളിക്കുന്നുണ്ടമ്മേ. അമ്മ ആയിരിക്കും. അമ്മ എൻ്റെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തേ. ആരായാലും ഇനി വീട്ടിലെത്തിയിട്ട് സംസാരിച്ച മതി മോളെ. ഫോണ് കട്ടായല്ലോ അമ്മേ. അമ്മു ആണെങ്കിൽ കുഴപ്പമില്ല മോളെ, നമ്മൾ വീട്ടിലേക്കല്ലേ പോന്നേ. സൈഡ് കൊടുത്തിട്ടും ഇവനെന്താ കേറി പോകാത്തത്? ഇനി എങ്ങോട്ടാ അച്ഛൻ നമ്മൾ പോകുന്നേ? വീട്ടിലേക്ക് പോയാ പോരെ? നിങ്ങൾക്കൊരു ജീവനെ വേണ്ടതെങ്കിൽ എന്നെ കൊന്നോളൂ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ചേച്ചിയുടെ ജീവൻ തിരിച്ചു താ. എന്റെ ചേച്ചി വെറുതെ വിടണേ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത പാവ എന്റെ ചേച്ചി. നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. ഇല്ലടി, അവളുടെ വിധി ഞാൻ കുറിച്ചു. നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കോടി. മംഗലശ്ശേരിയെ കാത്തു രക്ഷിക്കാൻ വന്നവളല്ലേ നീ. അവിടെ നടക്കുന്ന ഓരോ മരണങ്ങൾക്കും നീ സാക്ഷിയാവണം. ഇനിയും പിന്നാലെ പോണോ? കുറച്ചുകൂടി പോയാലേ ഉദ്ദേശിച്ച സ്ഥലമാവും. എത്ര പേരാ കാറില്? 3 പേര്. അവൻ സ്പീഡ് കുറച്ചിരിക്കുകയാണല്ലോ. വിഡ്ഢികള്. കാലം പിന്നാലെയുള്ള കാര്യം ആ വിഡ്ഢികൾ അറിയുന്നില്ലല്ലോ. അച്ഛൻ എന്താ മൂഡ് ഓഫ് ആയത്? ഡ്രൈവ് ചെയ്യല്ലേ മോളെ? ആ അമ്മയുടെ മകൾക്ക് എന്തു പറ്റിയോ ആവോ? എന്റെ ശ്രീകുട്ടി, നീ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെല്ലാം നടക്കുന്നു. ഇത് എന്റെ നീതി മാത്രമല്ലടി, ദൈവനീതി കൂടിയാ. അതിലൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. എന്ത് ദൈവനീതി? മാണിക്യമംഗലം സ്വന്തമാക്കിയതോ അതോ നിരപരാധികളുടെ ചോര കുടിക്കാനുള്ള നിങ്ങളുടെ ഒടുങ്ങാത്ത പകയോ? ഇനി നിങ്ങൾ എന്നെ തൊട്ടു പോവരുത്. അടിച്ചാലേ തിരിച്ചടിക്കും. അതിന്റെ നാണക്കേട് നിങ്ങൾക്കാ. അന്നേ ഈ അഹങ്കാരി പെണ്ണിനെ തീർത്ത് കളയാൻ പറഞ്ഞതല്ലേ ഞാൻ. അങ്ങനെ തീർന്നു പോകുന്ന ഒരു ജന്മം അല്ല എന്റേത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏട്ടനെ വിളിച്ച് ചോദിക്കും.
എത്ര തവണ അയാൾ എന്റെ ജീവൻ എടുക്കാൻ നോക്കിയെന്ന്. അയാൾ പറഞ്ഞു തരും. പിടിച്ചു വാങ്ങി വെച്ച എന്റെ ഫോണിങ് എടുക്ക്. വേണ്ട വേണ്ടേ, വേണ്ടി വന്നാൽ ഇത് ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. എന്റെ ചേച്ചിയുടെ ജീവൻ എന്തെങ്കിലും പറ്റിയ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അതെണ്ണ, നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടായി. ഞാൻ ഇടിച്ച് കയറ്റാൻ പോവാ. നമുക്ക് രക്ഷപ്പെടാനുള്ള വണ്ടി റെഡിയായോ? അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. രക്ഷപ്പെടാനുള്ള എല്ലാ ഏർപ്പാടുകളും അണ്ണാച്ചി ചെയ്തിട്ടുണ്ട്. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്ന സത്യം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളെപ്പറ്റി എനിക്കൊന്നും പുറത്തുവിടാനാവാത്തത്. അത് എന്റെ ചേച്ചിയെ വേദനിപ്പിക്കുന്ന കരുതി മാത്രമാണ് ഞാൻ എല്ലാം ഉള്ളിലടക്കിയത്. എന്റെ ചേച്ചിയെ നിങ്ങൾ ഇല്ലാതാക്കിയ വിടില്ല നിങ്ങളെ ഞാൻ. പിന്നീട് എനിക്ക് നോക്കാൻ ഒന്നുമില്ല. ദൈവനീതിയെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ. മാണിക്യമംഗലം ദാനമായി കിട്ടിയതാണോ ദൈവനീതിയായിട്ട് നിങ്ങൾ കരുതുന്നേ? യാചിച്ച് കിട്ടിയ ഭിക്ഷയല്ലേ അത്? വേണ്ട മോളെ, ക്ഷേത്ര പരിസരത്ത് ആളുണ്ട്. മോള് വാ, നമുക്ക് പോവാം. നിങ്ങൾ പോവില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ പോയാ മതി. ബിസിനസ് പൊട്ടി തകർന്ന നിങ്ങളുടെ അച്ഛൻ മംഗലശ്ശേരി ഗംഗാധര പണിക്കരുടെ മുന്നില് അഭയം തേടിയ പഴയ കഥകളൊക്കെ എനിക്കറിയാം. മുത്തശ്ശൻ സഹായിച്ചെങ്കിലും പിടിപ്പുകേടുകൊണ്ട് മഹാദേവൻ തമ്പി വീണ്ടും തോറ്റു. കടം കയറി വീട്ടിലിരിപ്പായ കാലത്ത് നിങ്ങൾക്ക് കിട്ടിയ ഓഫറായിരുന്നു കവിത ചേച്ചിയുടെ വിവാഹാലോചന. അവിടെയും നിങ്ങളുടെ അച്ഛൻ അതിബുദ്ധി കാണിച്ചു. മംഗലശ്ശേരിയിലെ സ്വത്ത് മോഹിച്ച് മാറ്റി കല്യാണം വേണമെന്ന് പറഞ്ഞു. നിങ്ങളെ മംഗലശ്ശേരിയിലെ മരുമകളാക്കാൻ ശ്രമിച്ചത് മംഗലശ്ശേരിക്കാരല്ല, നിങ്ങളുടെ അച്ഛനാ. അന്ന് അങ്ങനെ ഒരു അതിമോഹം നിങ്ങളുടെ അച്ഛന് തോന്നാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നഷ്ടങ്ങൾ വലുതോ സംഭവിക്കായിരുന്നോ? നിങ്ങളുടെ വീട്ടിലേക്ക് കവിത ചേച്ചി വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമായിരുന്നു. നീ ആരാടി എന്നോട് ഇതൊക്കെ പറയാൻ? മംഗലശ്ശേരിയിലെ എച്ചില് തിന്നുന്ന അടിച്ചു തളിക്കാരി. അതിനൊരു അന്തസ്സുണ്ട് ദക്ഷമേ. പണിയെടുത്ത ഭക്ഷണം കഴിക്കുന്ന. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഒരു രൂപയെങ്കിലും പ്രതിഫലം കൊടുത്തിട്ടാണ് നിങ്ങൾ സ്വന്തം തറവാട് വീണ്ടെടുത്തതെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ സംഭവിച്ചതെന്താ? ഭിക്ഷയല്ലേ, എരന്ന് വാങ്ങിയ ഭിക്ഷ. ദക്ഷ ഭിക്ഷക്കാരിയായെന്നല്ലാതെ വേറെ എന്തു പറയാൻ? ദാനം തന്നവരുടെ കൈകൾക്ക് കൊത്താനാ നിങ്ങൾ ശ്രമിക്കുന്നത്. ഇതാണോ ദക്ഷാമേ നിങ്ങളുടെ 27 വർഷത്തെ പക? നിങ്ങളുടെ മരണപ്പെട്ട ഏട്ടൻ പണം കൊടുത്ത് തറവാട് സ്വന്തമാക്കാൻ ശ്രമിച്ചത് അയാൾ ആണൊരുത്തനായതുകൊണ്ടാ. അതിന് കഴിയാതെ വന്നപ്പോ അയാൾ ജീവൻ ഒടുക്കി. നിങ്ങൾ കൊന്നും കൊല വിളിച്ചും ഒന്നും നേടാൻ പോകുന്നില്ല. അതുകൊണ്ട് മരണപ്പെട്ട ആർക്കും ആത്മശാന്തി കിട്ടാനും പോകുന്നില്ല. പണം കൊടുത്ത് നിങ്ങൾ മാണിക്യമംഗലം സ്വന്തമാക്കണമായിരുന്നു. എന്നിട്ട് കൊലവിളി കേട്ടുവാ. അപ്പോ നിങ്ങളെ ഒരു പെണ്ണായി ഞാൻ അംഗീകരിക്കാം. നിങ്ങളുടെ കൈകൊണ്ട് മരിക്കാനും ഞാൻ തയ്യാറാ. അതിന് കഴിയോ നിങ്ങൾക്ക്? രക്ഷയെ ഈ നരുന്ത് പെണ്ണ് പൂട്ടിക്കളഞ്ഞല്ലോ. നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. മണ്ണളന്ന് വിലയിട്ട് ഞാൻ അതിന്റെ തുക മംഗലശ്ശേരിക്കാർക്ക് കൊടുത്തിരിക്കും. എങ്കി എന്റെ ചേച്ചി ജീവനോടെ വീട്ടിലെത്തണം. ഇനിയൊന്നും നോക്കാനല്ല, ചവിട്ടി വിട്ടേക്ക്. എന്താ പ്രഭേ?
നീ മോളെ ബലമായിട്ട് പിടിച്ചോ കാഞ്ചനെ. അച്ഛാ ഒന്നുമില്ല മോളെ. അച്ഛാ ഒന്ന് പതുക്കെ പോ, ഞാൻ വീണു പോവും. കാര്യം എന്താന്ന് വെച്ചാ പറ പ്രഭേ. അയ്യോ പ്രഭേ, പിടിച്ചിരിക്കേ. അച്ഛാ പെട്ടെന്നെടുക്ക്. ചവിട്ടി പിടിക്കടാ. അച്ഛാ. പ്രഭേ, ആ വണ്ടി നമ്മുടെ ജീവൻ എടുക്കാനാ വരുന്നത്. വേഗം വീട് പ്രഭേ. അവരെ ഇടിച്ച് കേറ്റ്. അവന് കാര്യം മനസ്സിലായി. വണ്ടി കയറ്റി വിടറാ. നമ്പീശ, മോളെ. വീട്ടേക്കാൻ പറഞ്ഞേക്ക്. ആ ശരി മോളെ. എന്നാ നിന്റെ ഫോൺ. ഞാൻ നിന്റെ മുന്നിൽ വീണ്ടും വരുവടി. നീ കാത്തിരുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് വിളിക്ക്. നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരും. അവളൊരു സാധാരണ പെണ്ണല്ല മോളെ. സൂക്ഷിക്കണം. അവള് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ആരെയും ഭസ്മമാക്കാൻ കഴിയുന്ന രുദ്രയാണവൾ. അണ്ണാച്ചിയാ. ഹലോ, പറ അണ്ണാച്ചി. ആ ശരി. എന്നാ എല്ലാം പറഞ്ഞതുപോലെ. ആ വണ്ടി സൈഡിൽ ഒതുക്ക്. ഇവിടെ പ്രഭേ, ആ വണ്ടി ഇപ്പൊ കാണാനില്ലേ? ഇനി സ്പീഡൊന്ന് കുറയ്ക്ക് പ്രഭേ. അമ്മ വെറുതെ പേടിച്ചതാ. പോട്ടെ, ഞങ്ങളെയും പേടിപ്പിച്ചു. ആ വണ്ടി നമ്മളെ അപായപ്പെടുത്താനാ വന്നത്. എങ്കിൽ അവരത് ചെയ്യില്ലേ? അല്ലേ അച്ഛാ? എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് അറിയില്ല മോളെ. ഞാൻ പലതവണ സൈഡ് കൊടുത്തതാ. കേറി പോവാൻ കൂട്ടാക്കിയില്ല. അതാ ഞാൻ സംശയിച്ചത്. പ്രഭേ, ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലേ. നമ്മുടെ മോടെ ജീവൻ എടുക്കാൻ വന്നവര് ഇപ്പോഴും പിന്നാലെ തന്നെയുണ്ട്. ആരാ നമുക്ക് ശത്രുക്കളെന്ന് പ്രഭേ നമുക്ക് മനസ്സിലാവാത്തത്. പോലീസിന് ഒരു തുമ്പം കണ്ടെത്താനും ആയിട്ടില്ല. സത്യത്തിൽ ഇതുകൂടിയായപ്പോ എനിക്ക് പേടിയാവുന്നു പ്രഭേ. എന്നെ ആക്സിഡന്റിൽ പെടുത്തിയതിന് പിന്നിൽ ഒരു സ്ത്രീയാണെന്നല്ലേ കേട്ടത്? ഒരു സ്ത്രീ വിളിച്ചതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല മോളെ. കേസ് വഴിതെറ്റിക്കാൻ ചെയ്തതും ആകാം. നമുക്കാരാ പ്രഭേ ശത്രുക്കളായിട്ടുള്ളത്? പ്രഭ ഈ നാട്ടിൽ പോലും ഇല്ലാത്ത സമയത്താ നമ്മുടെ മോളെ ആദ്യം ആക്രമിക്കുന്നത്. വീണ്ടും നമ്മുടെ മോളെ തേടി വന്നു. മംഗലശ്ശേരിക്കാരോടുള്ള പകയാണെന്നല്ലേ ആ സ്ത്രീ പറഞ്ഞത്. വിളിച്ചത് എന്നെയോ നിന്നെയോ അല്ല, അച്ഛനെയാ. ചിലപ്പോ നമ്മൾ വെറുതെ സംശയിച്ചതാവും. അത്തരം വാഹനങ്ങളുടെ വരവും പോക്കും ആൾക്കാരുടെ ജീവനെടുക്കാൻ വരുന്നത് പോലെയാ. ഞാനത് പറഞ്ഞപ്പോ അമ്മയ്ക്കും അച്ഛനും വിശ്വാസം വന്നില്ല. അത് നമ്മളെ കൊല്ലാനൊന്നും വന്നതല്ല. അല്ല, മോക്ക് ഐസ്ക്രീം വേണ്ടേ? പിന്നെ വേണ്ടാതെ. എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം കിട്ടുന്ന ഷോപ്പിൽ നിർത്തി അച്ഛൻ വാങ്ങിച്ചു തന്നാ മതി. അതിപ്പോ വേണ്ട. വീട്ടിൽ ചെന്നിട്ടേ രാജുവിനെ വിട്ട് വാങ്ങിപ്പിക്കാം മോളെ. നമുക്കേ എത്രയും പെട്ടെന്ന് വീടെത്തണം. അമ്മ ആരെയും പേടിയില്ലാത്ത ആളല്ലേ?
എന്തിനാ പേടിക്കുന്നേ? മോക്ക് വേണ്ടത് വാങ്ങി തന്നിട്ടേ അച്ഛൻ പോകൂ.